അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഒരാൾ മനുഷ്യനാകുന്നത് എപ്പോഴാണ്? രണ്ടു കാലിൽ നടക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുമോ? ഭക്ഷണം പാചകം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുമോ? നല്ല വസ്ത്രം ധരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾ നല്ല മനുഷ്യനാകുമോ? നല്ല കുടുംബത്തിൽ പിറന്നു എന്നതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുമോ? അതല്ലെങ്കിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്നു എന്നതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുമോ? ഭൗതികമായ സാഹചര്യങ്ങളും വലുപ്പവുമൊക്കെ ഏറ്റവും മെച്ചപ്പെട്ടതായി എന്നതുകൊണ്ട് ഒരാൾ മനുഷ്യനാകുമോ? ഒരാൾ മനുഷ്യനാകുന്നത് മനുഷ്യത്വം കൊണ്ടാണ്. മനുഷ്യത്വം ഉണ്ടാകുന്നത് പരിശുദ്ധമായ റമളാനിലെ നോമ്പ് പിടിക്കുന്നത് കൊണ്ടാണ്. നോമ്പ് പിടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കാരുണ്യം ഉടലെടുക്കുന്നു. ഒരു മനുഷ്യനായി തീരണമെങ്കിൽ അവന് മനുഷ്യത്വം ഉണ്ടാകണം. ആ മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളം ഹൃദയത്തിൽ കാരുണ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. പരിശുദ്ധമായ റമളാനിലെ നോമ്പെടുക്കുമ്പോൾ അവൻ കാരുണ്യത്തിന് അർഹനായി തീരുന്നു എന്നതാണ്. നോമ്പെടുക്കുമ്പോൾ അവൻ്റെ വായയും തൊണ്ടയുമൊക്കെ വല്ലാത്തൊരു പ്രശ്നമാകുമ്പോൾ, അതല്ലെങ്കിൽ അവൻ്റെ വയറ്റിൽ നിന്നുണ്ടാകുന്ന കാളലുകൾ അവന് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമ്പോൾ സഹജീവികളോട് വല്ലാതെ കരുണയോടെ പെരുമാറാൻ അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നോമ്പ് കാരുണ്യമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയം നൈർമല്യതയുള്ളതായി തീരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ ഇവിടെ മനുഷ്യത്വം ഉണ്ടാകണം. മനുഷ്യത്വം ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ കാരുണ്യമുണ്ടാകണം. കാരുണ്യമുണ്ടാകണമെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാകണം. ആ അവസ്ഥകളെയെല്ലാം തിരിച്ചറിയിക്കുന്നത് പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പുകളിലൂടെയാണ്. അതല്ലെങ്കിൽ പട്ടിണി ഇരിക്കുന്നതിലൂടെയാണ്, ദാഹം സഹിക്കുന്നതിലൂടെയാണ്, വിശപ്പിൻ്റെ കാളൽ അനുഭവിക്കുന്നതിലൂടെയാണ്. തൻ്റെ സഹജീവികളും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന ആ തിരിച്ചറിവിലൂടെയാണ് അവന് മനുഷ്യത്വം ലഭിക്കുന്നത്. ആയതിനാൽ പരിശുദ്ധമായ റമളാൻ മാസം മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന കാരുണ്യത്തിൻ്റെ മഹാവിഭവമാണ്. ആയതിനാൽ നാം എല്ലാം പരിശുദ്ധമായ റമളാൻ മാസത്തിൽ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്താൻ ആവശ്യമായ ആ കാരുണ്യത്തെ ആർജിച്ചെടുക്കണം. നാഥനായ റബ്ബ് പരിശുദ്ധമായ റമളാൻ മാസം കൊണ്ട്, ആ റമളാൻ മാസത്തിലെ നോമ്പ് കൊണ്ട്, ഇബാദത്ത് കൊണ്ട് ഏതെല്ലാം അർത്ഥങ്ങൾ ഉദ്ദേശിക്കുന്നു അതിലേക്കെല്ലാം ആഴ്ന്നിറങ്ങി അതെല്ലാം സംഭരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി